കണ്ണൂർ പിലാത്തറയിൽ ആക്രമിക്കപ്പെട്ട കാറിന് പിന്നിൽ ദുരൂഹത. പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമെന്ന സംശയം. വാഹനത്തിലുണ്ടായിരുന്ന 5 പേരും സ്വർണ്ണ വ്യാപാരവുമായി ബന്ധമുള്ളവരാണ്. പരിയാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാരംഗ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളവരാണെന്നാണല്ലോ പറയുന്നത് ഈ സംഘാംഗങ്ങളിൽ എല്ലാവരും. എന്താണ് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ? അതെ, സ്വർണ്ണ വ്യാപാരവുമായി ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നതെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയും ഇപ്പോൾ ഏറെ വർഷങ്ങളായി തലശ്ശേരിയിൽ താമസക്കാരനുമായ കുമാർ യശ്വന്ത് നിഗവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ സ്വദേശിയായ ഡ്രൈവറും വാഹനത്തിലുണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ച വാഹനമാണ് ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ, ആക്രമിക്കപ്പെട്ട നിലയിൽ ഇന്ന് പിലാത്തറ കോപ്പറേറ്റീവ് കോളേജ് പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. സ്വാഭാവികമായും സ്വർണ്ണ വ്യാപാരികളായതുകൊണ്ട് തന്നെ ഒരു സ്വർണ്ണക്കടത്തിനോ അല്ലെങ്കിൽ സ്വർണ്ണം പൊട്ടിക്കൽ സാധ്യതയൊക്കെ തന്നെ മുന്നിൽ കാണേണ്ടതായുണ്ട്. പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും വരുന്ന മണിക്കൂറുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കുമാർ യശ്വന്ത് നിഗം അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ശരി, സാരംഗ് സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.